മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തില് ടൈംസ് നൗവിലും NDTVയിലും CNN IBNലും ഹെഡ്ലൈൻസ് ടുഡേയിലും നോക്കിയാൽ വാദങ്ങളും വിവാദങ്ങളും ബ്രേക്കിംഗ് ന്യൂസും മാത്രമാണ്. പലപ്പോഴും പല ചാനലുകളും നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അത് സുപ്രീം കോടതി ജഡ്ജിയേക്കാളും കപ്പാസിറ്റിയോടുകൂടി ജഡ്ജ്മെന്റ് പറയാൻ കഴിവുള്ളവരാണ് ഈ ചാനലുകളിലൂടെ കോമ്പയർ ചെയ്ത് ഡിസ്കഷൻ നടത്തുന്നതെന്ന് നമുക്ക് തോന്നും. ഇവരാണ് ലീഗൽ മണ്ഡലത്തിൽ അവസാന വാക്ക് പറയാനുള്ളവര്. പലരും അപ്രന്റീസായിട്ട് ഈ ജേർണലിസത്തില് TV-യിൽ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ന്യൂസും എത്രത്തോളം സെൻസേഷനിലാക്കാൻ പറ്റുമോ അത്രത്തോളം സെൻസേഷനിലാക്കി ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയും ജഡ്ജിമാരും അഡ്വക്കേറ്റുമാരും ഇരുത്തി വിലയിരുത്തുന്നത് പോലെ, ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്തിട്ട് ഞങ്ങളാണ് ഈ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി, നിയമവ്യവസ്ഥ നിലനിർത്തുന്നവര്, ഞങ്ങളാണ് ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന രീതിയിൽ അവസാന പ്രഖ്യാപനം നടത്തുന്ന ഇവരെയൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട് നമ്മുടെ TV-യിൽ തന്നെ ചാണകവെള്ളം തളിക്കണമെന്ന്. അങ്ങനെ കേരളത്തിലും കുറെ പേരുണ്ട് ഓരോ തരത്തിലും അഭിപ്രായങ്ങൾ പറയുന്നവര്. നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരക്കം പാച്ചിലിലൂടെ 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോ ആ റിസൾട്ട് ഈ കേരളത്തിൽ 5.5 കോടി വിദ്യാർത്ഥികളെയാണ് തൊലച്ചത് എന്ന് ഒരു വാർത്ത കാര്യമായിട്ട് വരാതെ പോയി. ആ മന്ത്രി മിണ്ടിയില്ല, സെക്രട്ടറിയും മിണ്ടിയില്ല. അതിന്റെ പാപഭാരം ഉമ്മൻചാണ്ടി ഏറ്റെടുത്ത് അത് 2 ദിവസത്തിനകം ശരിയാക്കുമെന്ന് പറഞ്ഞ് മാർക്ക് ലിസ്റ്റിൽ എന്തൊക്കെയോ ചെയ്ത് പെൻസിൽ കൊണ്ട് ഇനി മാർക്കിടാനുള്ള അവസരം കൊടുത്ത് എപ്പോ വേണമെങ്കിലും പെൻസിലിലൂടെ ഇട്ടിരിക്കുന്ന മാർക്ക് മാറ്റി അത് പേനയിലാക്കാൻ 99.5% വിദ്യാർത്ഥികൾ പാസ്സായി എന്ന് വരുത്തി ഗിന്നസ് ബുക്കിൽ പേര് വരുത്താൻ വേണ്ടി ചെയ്തു കൂട്ടിയ കോപ്രായത്തിന്റെ പരിണത ഫലം അനുഭവിച്ച വിദ്യാർത്ഥികളും അവരുടെ രക്ഷാകർത്താക്കളും ഈ കേരളത്തിലെ ചാനലുകളിൽ ചർച്ചാ വിഷയമാകാതെ പോയി. അഥവാ ചർച്ചാ വിഷയമായിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഇടവേള അതിനുവേണ്ടി മാറ്റിവെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു മുസ്ലിം മന്ത്രി ആയതുകൊണ്ട് ലഭിച്ച ന്യൂനപക്ഷ അവകാശമാണ് കേരളത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മൊത്തം കുത്തുവാള എടുപ്പിച്ച് തെണ്ടിച്ച് കയ്യിൽ തന്ന ഒരു മന്ത്രി. ആ മന്ത്രിക്കെതിരെ അദ്ദേഹം ഒന്നും സംസാരിക്കാറില്ല എന്ന കാരണത്താല് ആരും പ്രതികരിക്കാതെ പോയി. പത്രമാധ്യമങ്ങളിൽ ആദ്യത്തെ ദിവസം മാതൃഭൂമി എഴുതിയത് അതേ ദിവസം മലയാള മനോരമ ഈ മന്ത്രിയുടെയും ഈ റിസൾട്ടിന്റെയും എല്ലാ കുഴപ്പങ്ങളും മനോരമ എഴുതി. മാതൃഭൂമിയിൽ ഒന്നും എഴുതിയില്ല. അടുത്ത ദിവസമാണ് മാതൃഭൂമിയിൽ അതെല്ലാം വന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും കുഴപ്പമുണ്ടായിട്ടും ഇത് ചെവി അറിയാതെ മുസ്ലിം ലീഗ് മന്ത്രിമാരെല്ലാം സൈലന്റ് ആയിട്ടിരുന്ന് എന്ത് കോപ്രായത്തിനെ കാണിച്ചാലും സമൂഹവും ബുദ്ധിജീവികളും ഇടതുപക്ഷവും വലതുപക്ഷവും പ്രതികരിക്കില്ല എന്നറിഞ്ഞ് ഈ മുസ്ലിങ്ങളുടെ മാസ് വോട്ട് ബാങ്ക് മുമ്പിലുണ്ട് എന്നറിഞ്ഞ് മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരുപക്ഷെ അടുത്ത ഇലക്ഷന് ഈ മുസ്ലിം ലീഗ് തന്നെ ഇടതുപക്ഷത്തോടു കൂടിയാണെങ്കിൽ ഇടതുപക്ഷത്തിനും ഭരിക്കാൻ അവസരം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ മന്ത്രിമാരെ ഒന്നും പറയാത്തത്. വലതുപക്ഷം ഈ മന്ത്രിമാരെ ഒന്നും പറയാത്തത് അവരിറങ്ങിപ്പോയാൽ അടുത്ത 1-2 വർഷം ഇവർക്ക് ഭരിക്കാൻ പറ്റാതെ വരുമോ എന്ന ഭയത്തില്. അപ്പോ 2 പക്ഷവും അവനവന്റെ പക്ഷത്തിൽ നിർത്താൻ മുസ്ലിം ലീഗുകളെ ഉപയോഗിച്ച് ഈ 5 മന്ത്രിമാരും എന്തെല്ലാം ചെയ്താലും അതിന്റെ മൊത്തം ഉത്തരവാദിത്വം ഈ പുണ്യവാളനായിട്ടുള്ള ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഏറ്റെടുത്ത് മുസ്ലിം ലീഗ് മന്ത്രിമാരെ സംരക്ഷിക്കുകയും കേരളത്തെ മൊത്തം തൊലച്ച് കയ്യിൽ തന്നിട്ട് പോലും പത്രമാധ്യമങ്ങളും ബുദ്ധിജീവികളും ഇടതുപക്ഷവും പ്രതികരിക്കാതെ പോവുകയും കൂടി ചെയ്തപ്പോ അത്ഭുതം തോന്നി. സത്യത്തില് കേരളത്തിന് അർഹിച്ച മന്ത്രിസഭ, കേരളത്തിന് അർഹിച്ച മന്ത്രിമാര്, കേരളത്തിന് അർഹിച്ച വിദ്യാഭ്യാസ മന്ത്രി ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ താൻ ഒപ്പിട്ട് തൻ്റെ മതത്തിലുള്ളവർക്കും തൻ്റെ പാർട്ടിയിലുള്ളവർക്കും ആയിരക്കണക്കിന് അധ്യാപകരുടെ വാക്കൻസി ഉണ്ടാക്കി
ആയിരക്കണക്കിന് +2 സീറ്റുകൾ അനുവദിച്ച്, നൂറുകണക്കിന് സ്കൂളുകൾ അനുവദിച്ച്, അവർക്ക് വേണ്ടതെല്ലാം എയ്ഡഡ് ആക്കി മാറ്റി. ഇവിടെ ലാവലിന്റെ ചർച്ച നടക്കുമ്പോഴും, സരിതയുടെ ചർച്ച നടക്കുമ്പോഴും, സോളാറിന്റെ ചർച്ച നടക്കുമ്പോഴും, യമനിൽ നിന്ന് മലയാളികളെ കൊണ്ടുവരുന്ന ചർച്ച നടക്കുമ്പോഴും, ഇറാഖിലെ സംഭവവും നേപ്പാളിലെ സംഭവവും ചർച്ച ചെയ്യുമ്പോഴും ഈ മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ അവർ സസുഖം വാണരുളുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അറിയാതെ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാം കൊണ്ടും തികഞ്ഞ കേരളത്തില്, സർവ സൗഭാഗ്യങ്ങളും തികഞ്ഞ കേരളത്തില്, സർവ നന്മകളും തികഞ്ഞ കേരളത്തില് അടുത്ത ജന്മമെങ്കിലും ഇവിടെ ജനിക്കാൻ ഭാഗ്യം കിട്ടാതെ പോകണമേ ഈശ്വര എന്നാണ്. അത്രയും നീചവും നിന്ദ്യവുമായ രീതിയിൽ രാഷ്ട്രീയം കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അതില് മുസ്ലിം ലീഗുകാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പിനകത്തേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും. 1 കോടിയുടെയും 2 കോടിയുടെയും അഴിമതിയല്ല അവിടെ. ഇവിടെ ഒരുപക്ഷെ രൂപയേ ഇല്ല. മറിച്ച് അവനവന്റെ മതക്കാർക്കും പാർട്ടിക്കാർക്കും വേണ്ടത്ര സ്കൂളുകൾ, വേണ്ടത്ര കോളേജുകൾ, വേണ്ടത്ര എയ്ഡഡ് സമ്പ്രദായങ്ങൾ, മദ്രസകളിൽ വേണ്ടത്ര ഫിനാൻഷ്യൽ സപ്പോർട്ട്, മുസ്ലിം പള്ളികൾക്ക് വരെയും പൈസ എല്ലാം കൊടുത്ത് ഒരു പൈസയും ഫ്രോഡില്ല, കൈക്കൂലിയില്ല, അഴിമതിയില്ല. മറിച്ച് അവനവന്റെ മതത്തിനു വേണ്ടി മാത്രം സർവ്വതും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടായിട്ടും ന്യൂനപക്ഷം എന്ന പേരില്, സെക്കുലറിസം എന്ന പേരില് RSSകാരോ BJPക്കാരോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ രാപ്പകല് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് പോലും ഈ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ ഈ പ്രവൃത്തികൾ യാതൊരു വികാരവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. അത്ഭുതപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, അടുത്ത ജന്മമെങ്കിലും കേരളത്തില് ഈ കാരണത്താൽ എൻ്റെ ജനനം, നമ്മുടെ ജനനം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത്. പ്രണാമം, നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് 15 വർഷം പിന്നിടുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കേന്ദ്രം തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്ക്, കേച്ചേരിക്കടുത്ത് തൃശ്ശൂരിൽ നിന്ന് 14ാമത്തെ കിലോമീറ്റർ കുന്നംകുളത്തേക്ക് പോകുന്ന വഴിക്ക് ഹൈവേയുടെ സൈഡിൽ തന്നെയുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. CBSEയുടെ സ്കൂളുണ്ട്, വൊക്കേഷണൽ ട്രെയിനിങ്, ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമുണ്ട്, ഒരു കമ്പ്യൂട്ടർ സെൻ്റർ ഉണ്ട്, മോഡേൺ ലൈബ്രറി ഉണ്ട്, ഏൻഷ്യൻ ലൈബ്രറി ഉണ്ട്, ഇനിയൊരു ഹൈടെക് ലൈബ്രറി തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഏതാണ്ട് പ്രവൃത്തികൾ വർക്ക് മുഴുവനുമായി. ഇനി ഈ വർഷം ഒരാഗ്രഹമുള്ളത് ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട അവനവന് ഇഷ്ടമുള്ള വിഷയത്തിൽ, സയൻസോ, സയൻസിൽ മാത്തമാറ്റിക്സോ, അസ്ട്രോണമിയോ, മെറ്റലർജി ടെക്നോളജിയോ, ഹെൽത്ത് സയൻസോ, മെഡിസിൻസോ, ഏത് വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കലാപരമായ നൃത്യങ്ങളോ സംഗീതമോ ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക്കോ, ഏത് വിഷയമായാലും, അതല്ല നമ്മുടെ പുരാണങ്ങളുടെ മാനേജ്മെൻറ്റ്, മഹാഭാരതത്തിലെയും രാമായണത്തിലെയും മാനേജ്മെൻറ്റ്, വേദത്തിലെ മെസ്സേജസ്, ഉപനിഷത്തിലെ തത്വശാസ്ത്രങ്ങൾ, ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട താത്വികമായും തിയറട്ടിക്കലായിട്ടുള്ള നോളജും പ്രാക്ടിക്കലായിട്ടുള്ള നോളജും ടെക്നോളജിക്കലായിട്ടുള്ള നോളജും സയൻറ്റിഫിക്കും നോൺ സയൻറ്റിഫിക്കുമായിട്ടുള്ള നോളജുകൾ ഏതെങ്കിലും ഗഹനമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വയം പഠിച്ച് ഒരു തീസീസ് പോയിന്റ് ബൈ പോയിന്റ് ഏതാണ്ട് ഒരു 400 മുതൽ 500 വരെ പോയിന്റുകൾ ഒരു തീസീസായിട്ട് എഴുതി ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമർപ്പിക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് നല്ല എക്സ്പെർട്സിനെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് സർട്ടിഫിക്കറ്റായിട്ട്, നല്ലൊരു സർട്ടിഫിക്കറ്റ്, എല്ലായിടത്തും അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റായിട്ട്, ഒന്നില്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സോ ആയിട്ട് സർട്ടിഫിക്കറ്റ് തരാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ഇതിൻ്റെ ഒരു ട്രയൽ നടത്തി 10-20 വ്യക്തികൾ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം പഠിക്കുക, നല്ല ഭംഗിയായിട്ട് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് 400 പോയിന്റുകൾ ഉണ്ടാവണം. അത്
ബ്ലാബ്ലാ എഴുതുകയല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയിട്ട് അത് ബൈൻഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അത് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും സർട്ടിഫിക്കറ്റ് തരിക. നൃത്തം, സംഗീതം, സ്കൾപ്ചർ, ഗ്രാനൈറ്റിലെ വർക്ക്, മുളയിലെ വർക്ക്, ഹാൻഡിക്രാഫ്റ്റ്, പെയിന്റിങ്, ഇതെല്ലാം ഡയറക്റ്റ് ടെസ്റ്റ് ആയിരിക്കും. അതിന് നല്ല എക്സ്പെർട്സ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിന് ഡേറ്റ് ഓഫ് ഇന്റർവ്യൂ എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ടാവും. നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പരിശോധിച്ച് പഠിപ്പിക്കാൻ സംവിധാനം യൂട്യൂബിലുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. തന്നെത്താനെ പഠിക്കുക, ആരുടെയെങ്കിലും കീഴിൽ പഠിക്കുക. ഗൈഡൻസ് വേണമെങ്കിൽ ഇവിടെ നിന്നുണ്ടാവും. പക്ഷെ ഇതിനു വേണ്ടിയിട്ടുള്ള ഗൈഡൻസേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ നല്ല ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ നൽകാൻ വേണ്ടിയിട്ട് പൈതൃകത്തിലെ വിവിധ വിഷയങ്ങൾ സ്വയം പഠിച്ച് തീസിസ് സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ വൈവാവോസിയും അല്ലെങ്കിൽ പ്രാക്ടിക്കലും നമ്മുടെ ഈ നാഷണൽ ഹെറിറ്റേജ് സെന്റർ കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്കുള്ള സ്ഥലത്ത് നടത്തുകയും എല്ലാ 3 മാസം കൂടുമ്പോഴും ഈ ടെസ്റ്റ് ഉണ്ടാവും. അതിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്, അതിൻ്റെ മുകളിൽ ഡിപ്ലോമ കോഴ്സ്, അതിൻ്റെ മുകളിൽ പോസ്റ്റ് ഡിപ്ലോമ കോഴ്സ് എന്ന രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നുണ്ടായിരിക്കും. താല്പര്യമുള്ളവരെല്ലാം അറിയിച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണം. നിങ്ങളുടെ മക്കൾ ചെയ്യണം, നിങ്ങളും ചെയ്യണം. iishservice1@gmail.com ഞാനത് യൂട്യൂബിൽ തന്നെ ആ ഇമെയിൽ തരാം. അതിലൂടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇതൊരു പുതിയ വെഞ്ചറാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് 15 വർഷം തികയുമ്പോൾ ശരിക്കും ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏതെല്ലാം വിഷയങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് റെക്കോർഡിക്കലായിട്ട് വെക്കാനും കൂടി വേണ്ടിയാണ്. ആത്മാർത്ഥമായിട്ട് പഠിക്കുക. പഠിക്കാനുള്ള ഗൈഡൻസ് ഇവിടെ നിന്ന് കുറേയൊക്കെ തരുന്നുണ്ടാവും. നിരന്തരം ചർച്ചയ്ക്ക് സമയം ഉണ്ടാവില്ല. വിഷയങ്ങൾ യൂട്യൂബിലുണ്ട്, പുസ്തകത്തിലുണ്ട്, ഇന്റർനെറ്റിലുണ്ട്, ഗൂഗിൾ സെർച്ചിലൂടെ കിട്ടും, വിക്കിപീഡിയയിലൂടെ കിട്ടും. നല്ല അറിവ് ഏതായാലും വിരോധിക്കുക. ഗ്രാനൈറ്റ് സ്കൾപ്ചർ ആയാലും മെറ്റലർജി ആയാലും, മെറ്റലർജി ആയിട്ട് ചെയ്യുന്ന പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ആലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവർക്കെല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൾട്ടി കളർ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നൽകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെറിറ്റേജ് നോളജ് പുസ്തകത്തിൽ എഴുതി ബൈൻഡ് ചെയ്ത് സമർപ്പിക്കുകയാണെങ്കിൽ അത് വളരെയേറെ പ്രയോജനപ്പെടും എന്നുകൂടി പറയുന്നു. പ്രണാമം, നമസ്കാരം.